ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരുന്ന എൻ്റെ അയ്യപ്പൻ്റെ അമ്പലമാണത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ശനിയാഴ്ചയായിരുന്നു. നീരാഞ്ജനം കത്തിക്കാനുള്ള തേങ്ങയൊക്കെ ആയിട്ട് അമ്മ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ വണ്ടി റെഡിയാക്കാൻ കൊടുത്തേക്കുന്നതുകൊണ്ട് എൻ്റെ വണ്ടി നോക്കി നിൽക്കുമായിരുന്നു അമ്മ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഇശാൻകുട്ടനുള്ള ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഇശാൻകുട്ടൻ എരിവില്ലാത്തത്, മറ്റുള്ളവർക്ക് എരിവുള്ളത്, അങ്ങനെ പല ടൈപ്പ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിൽ സഞ്ചരിക്കുന്ന ഹോട്ടലാണ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ താറാവ് കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ എടുത്ത് ഇഡ്ഡലി കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഇതേ അച്ചാമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അച്ഛ ഇശാൻകുട്ടനെ കൊണ്ട് പുറകിൽ കൂടെ കയറി വന്നതാണ്. അപ്പോൾ രാവിലെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇശാൻകുട്ടൻ അംഗനവാടി പോകണമെന്ന് പറഞ്ഞ് അവനെ അംഗനവാടി വിട്ട് ഞാനും വിഷ്ണുവേട്ടനും കൂടെ വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് വെളിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി. വിഷ്ണുവേട്ടൻ കുടിച്ചു, ഞാൻ കുടിച്ചില്ല. ഞാൻ ഒരു കട്ട്ലേറ്റ് കഴിച്ചു, വിഷ്ണുവേട്ടൻ സമൂസ. ഞാൻ അവിടെ നിന്ന് അഭ്യാസം കാണിച്ചപ്പോൾ ആ ടേബിൾ അങ്ങോട്ട് മറിഞ്ഞു കേട്ടോ. അതിന് കടയിൽ വന്നാൽ ഇവൾ അടങ്ങിയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിഷ്ണുവേട്ടൻ ഉപ്പ് സോഡയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അജ്വായിലെത്തി. നമ്മൾ എന്തുണ്ടെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മോപ്പ് വേണമായിരുന്നു. നമ്മുടെ മോപ്പ് എല്ലാം കേടായിപ്പോയായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നല്ല വർണ്ണശബളിതമായ കളർ തന്നെ ഇപ്രാവശ്യം വാങ്ങിച്ച് വീട്ടിലെത്തി. പിന്നെ വിഷ്ണുവേട്ടൻ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്, കമൻ്റ് അടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞങ്ങൾ എഴുതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ വിഷ്ണുവേട്ടൻ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. പഴയതിന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും അമ്പലത്തിൽ പോയി കേട്ടോ. വിഷ്ണുവേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിലാണ് പോയത്. ഈ പ്രാവശ്യം ഒരു കെട്ടുനിറ പോലും കണ്ടില്ലല്ലോ ഭഗവാനെ. ഒരു കെട്ടുനിറയ്ക്കകത്ത് പോലും പൈസ ഇടാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ എന്ന് ഓർത്തപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇന്ന് അവിടെ കെട്ടുനിറ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊഴുതിട്ട് അർച്ചനയ്ക്ക് കൊടുത്തപ്പോൾ തിരുമേനി അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് താമസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഇശാൻകുട്ടനും കൂടെ അവിടെ നിന്ന് കളിയായി. അപ്പോൾ അവൻ അംഗനവാടിയിൽ നിന്ന് പഠിച്ച് കളിയാന്ന് തോന്നുന്നു. അക്കുത്തുക്ക് കളിക്കുക, അമ്മയെ കൈ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അവനിങ്ങനെ അംഗനവാടി പോയിട്ട് വരുമ്പോൾ ഓരോ തവണ ഓരോ വെറൈറ്റി കളികളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും പുരോഗമനം ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഏതാണ്ടൊക്കെ അവൻ പറയുകയാണ്. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിനാണ് ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഉമ്മ തരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. എന്നിട്ട് തിരിച്ച് എൻ്റെ ഉമ്മ മേടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നെറ്റിക്ക് ഉമ്മ കൊടുത്തപ്പോൾ എന്നോട് പറയുന്നുണ്ട്, അമ്മ നെറ്റിക്ക് പോരാ, പിന്നെ കവിളിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കവിൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഇപ്പുറത്തെ കവിളിലും വേണമെന്ന്. അങ്ങനെ അവൻ ചോദിച്ചൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ടാറ്റ തന്നിട്ട് പോവാണ് കേട്ടോ. അവൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഓടി നടന്ന് കളിക്കാമല്ലോ. പിന്നെ കെട്ട് നിറച്ച് ദീപാരാധനയും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകും. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ.